ഉണ്ടാവാൻ പോവുകയാണ് നാളെ. അതായത് DGPക്ക് നാളെ റിപ്പോർട്ട് കൈമാറാൻ പോവുകയാണ്. അപ്പോൾ PSC നിയമനത്തിനുള്ളിലെ കള്ളികൾ പുറത്തു വരുമോ എന്ന് നമുക്ക് നാളെ ചിലപ്പോൾ കാണാൻ പറ്റുമല്ലേ? അതെ, PSCക്കുള്ളിലെ കള്ളനിയമനങ്ങൾ മാത്രമല്ല, PSC ചെയർമാൻ്റെ താപ്പാനയായ PSC ചെയർമാൻ്റെ ഇതിൽ കൊണ്ടുവന്ന അഴിമതികളും അല്ലെങ്കിൽ ഈ ഒരു സ്വജനപക്ഷപാതവും ഏറ്റവും കൂടുതൽ വെളിയിൽ വരാൻ പോവുകയാണ് ഈ റിപ്പോർട്ട് പുറത്തു വരുന്നതിലൂടെ. ഈ PSC എന്നത് സാധാരണക്കാർക്ക് സർക്കാർ ജോലി കിട്ടാനുള്ള ഒരു പ്രധാന മാർഗമായിരുന്നു. ഒരുപാട് പാവപ്പെട്ട കുടുംബങ്ങൾ ഈ ഒരു PSC പരീക്ഷ മൂലം അല്ലെങ്കിൽ ഈ ഒരു സർക്കാർ ജോലി മൂലം രക്ഷപ്പെട്ട ചരിത്രമുണ്ട്. പക്ഷേ കഴിഞ്ഞ കുറച്ച് കാലങ്ങളായി പുറത്ത് വരുന്നതൊന്നും ശുഭവാർത്തകളല്ല. ഇതിനു മുമ്പ് നടന്ന കുറച്ച് പരീക്ഷകളിൽ അനുഭവമുള്ളവർക്ക് വേണ്ടി മാത്രം ഒരു സ്പെഷ്യൽ എംപ്ലോയ്മെൻറ്റ് സോണായി മാറിയിരിക്കുകയാണ് PSC. അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഈ ഒരു തെളിവുകളാണ് ആസൂത്രണ ബോർഡ് ചെയർമാൻ ആ ഒരു തസ്തികയിലേക്കുള്ളത്, അല്ലെങ്കിൽ അസിസ്റ്റൻ്റ് പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർ, കൂടാതെ ക്രൈംബ്രാഞ്ച് CBCID അതുപോലുള്ള തസ്തികകളിലേക്കുള്ള, അല്ലെങ്കിൽ KAS പോലെയുള്ള ഒരുപാട് ഉയർന്ന തസ്തികകളിലേക്കുള്ള പരീക്ഷകളിൽ താല്പര്യമുള്ളവരെ മാത്രം നിയമിക്കുന്ന രീതിയിൽ ഈ PSCയെ ക്രമീകരിച്ചിരിക്കുന്ന ചില നടപടികളുണ്ട്. ഇതിനെല്ലാം ചുക്കം പിടിച്ചിരിക്കുന്നത് നമ്മുടെ PSCയുടെ ചെയർമാനായ ബൈജു എന്ന MR ബൈജു ആണ്. ഈ MR ബൈജുവിൻ്റെ ഈ ഒരു സ്വന്തം താല്പര്യം എത്രത്തോളമാണെന്ന് വെച്ചാൽ, ഈ കള്ളികളെല്ലാം പുറത്തു വന്നല്ലോ. അതായത് ഈ ഒരു തസ്തികൾ പരീക്ഷകളുമായി ബന്ധപ്പെട്ടുള്ള ക്രമക്കേടുകളെല്ലാം, ആ ഒരു ആരോപണങ്ങളെല്ലാം നിലനിൽക്കെ സത്യങ്ങളെല്ലാം അറിയണം എന്ന് അവകാശപ്പെട്ട് വിവരാവകാശ കമ്മീഷൻ മൂലം ലഭിച്ച ആ ഒരു ഉത്തരവിന് പുല്ലുവില കൊടുക്കുന്ന ഒരു സമീപനമായിരുന്നു അദ്ദേഹത്തിൻ്റെത്. വിവരാവകാശം നൽകിയ ഈ ഒരു ഉദ്യോഗാർത്ഥിക്ക് അദ്ദേഹം ആവശ്യപ്പെട്ട ഒരു ഡോക്യുമെൻറ്റുകളോ അല്ലെങ്കിൽ ഫയൽസോ കാര്യങ്ങളോ ഒന്നും നൽകാൻ ഈ ഒരു PSC തയ്യാറായിരുന്നില്ല. അതുപോലെ തന്നെയായിരുന്നു ഈ കേസ് അന്വേഷിച്ചു വന്ന ഈ ഒരു ക്രൈംബ്രാഞ്ച് അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് ബന്ധപ്പെട്ട തെളിവുകൾ നൽകാനും PSC ചെയർമാൻ്റെ കീഴിലുള്ള ആ ഒരു ഉദ്യോഗസ്ഥരാരും ഒന്നും തയ്യാറായില്ല. കാരണം ഇതെല്ലാം ചെയ്താൽ, അല്ലെങ്കിൽ ആ ബന്ധപ്പെട്ട ഡോക്യുമെൻറ്റ്സ് എല്ലാം കൊടുത്താൽ ഇവർ ചെയ്ത എല്ലാ കളി പുറത്ത് ചാടും. അതുകൊണ്ട് അതിൽ ഭയന്നാണ് ഇവർ ആ ഒരു ഫയലെല്ലാം പിടിച്ചു വെച്ചത്. പക്ഷേ ഏതോ ഒരു പോയിന്റിൽ, അല്ലെങ്കിൽ ഈ ഒരു പ്രതിഷേധത്തിൻ്റെയോ അല്ലെങ്കിൽ പ്രഷറിൻ്റെയോ പേരിൽ ഈ ഫയലുകളുടെ എല്ലാം പുറത്തേക്ക് വരികയാണ്, അല്ലെങ്കിൽ വെളിച്ചം വരികയാണ്, അല്ലെങ്കിൽ അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് ആവശ്യമുള്ള എല്ലാ ഡീറ്റെയിൽസും കിട്ടിയിരിക്കുകയാണ്. അതായത് ഈ പരീക്ഷകളിൽ നടത്തിയ ക്വസ്റ്റ്യൻ പേപ്പർ, അല്ലെങ്കിൽ ഇൻ്റർവ്യൂ, എഴുതിയ ഉദ്യോഗാർത്ഥികളുടെ പേര്, മാർക്ക് ലിസ്റ്റ് തുടങ്ങിയ കമ്പ്യൂട്ടറൈസ്ഡ് ആയിട്ടുള്ള എല്ലാ ഡോക്യുമെൻറ്റുകളും അന്വേഷണ സംഘത്തിലേക്ക് മുന്നിലെത്തി. കാരണം അത്രത്തോളം പ്രഷറാണ് ഈ ഒരു പ്രക്ഷോഭങ്ങളോ അല്ലെങ്കിൽ പ്രതിഷേധങ്ങളോ ഈ PSCയുടെ ചെയർമാനും അല്ലെങ്കിൽ PSCയുടെ ഓരോ അംഗങ്ങൾക്കും കിട്ടിക്കൊണ്ടിരുന്നത്. മുൻ സർക്കാരിൻ്റെ കാലത്ത് നിയമിക്കപ്പെട്ടതാണ് നമ്മുടെ ഈ PSC ചെയർമാൻ MR ബൈജു. അപ്പോൾ ആ ഒരു ഇടത് സർക്കാരിനോടുള്ള ആ ഒരു നന്ദിയും ബഹുമാനവും എന്നും അദ്ദേഹത്തിനുണ്ട് താനും. ലക്ഷങ്ങളാണ് ഈ PSCയുമായിട്ട് ബന്ധപ്പെട്ട ഉന്നത ഉദ്യോഗസ്ഥർക്ക് എല്ലാവർക്കും ലഭിക്കുന്നത്. അതുകൊണ്ട് അവരുടെ ഫ്യൂച്ചർ എല്ലാം സേഫാണ്. ബാക്കിയെല്ലാം ഇവരിലൂടെ ഇടത് സഹയാത്രികരായ അല്ലെങ്കിൽ ഇടത് അംഗങ്ങളായ പ്രവർത്തകർക്കെല്ലാം ഒരു ജോലി ലഭിക്കുന്ന ഒരു റിക്രൂട്ട്മെൻറ്റ് ഏജൻസിയാക്കി PSCയെ മാറ്റി എന്നുള്ള ഒരു ആരോപണം ഈ ഒരു ഇടയ്ക്കാണ് ഉയർന്നു വന്നത്. ഇതിൻ്റെയൊക്കെ പ്രതിഫലനം തന്നെയാണ് നമ്മുടെ സെക്രട്ടേറിയറ്റിന് മുന്നിൽ കഴിഞ്ഞ വർഷങ്ങളിലൊക്കെയും നടന്ന വിദ്യാർത്ഥികളുടെ PSC ഉദ്യോഗാർത്ഥികളുടെ സമരങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട്. നിന്നും കിടന്നും നിരാകരിച്ചും അവരങ്ങനെ പല രീതികളിൽ സമരങ്ങൾ നടത്തി. എന്നിട്ടും ഭരണകൂടം ഒന്ന് തിരിഞ്ഞു നോക്കുകയോ, ഒടുവിൽ അവർ അത്രയും വിഷമിച്ച് കണ്ണീരോടുകൂടിയാണ് തിരിഞ്ഞു പോയിട്ടുണ്ടായിരുന്നത്. അത് വളരെ ഭരണകൂടത്തിന് ഉദ്യോഗാർത്ഥികളോടുള്ള ഒരു പുച്ഛം എന്ന് അവമതിപ്പായിരുന്നു. ഇതുപോലെ സമരം ചെയ്യുന്നവരോടും അല്ലെങ്കിൽ ഇതുപോലെ ജനകീയ സമരങ്ങളോടും എല്ലാം ഒരു അവമതിപ്പ് ഉണ്ടായിരുന്ന ഒരു സർക്കാരായിരുന്നു മുമ്പ് ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ഒരു PSC എക്സാം കഴിയുന്നു, അതുമായിട്ട് ബന്ധപ്പെട്ട് ഒരു മാർക്ക് ലിസ്റ്റ് വരുന്നു, അല്ലെങ്കിൽ ഷോർട്ട് ലിസ്റ്റ് വരുന്നു. ഷോർട്ട് ലിസ്റ്റിൽ ഉൾപ്പെട്ട കുറച്ച് പേർക്ക് ജോലി കിട്ടുന്നു. ബാക്കി കുറച്ച് കാലാവധിക്ക് ശേഷം PSCയുടെ ഈ ലിസ്റ്റ് തള്ളി പോവുകയാണ്. അപ്പോൾ അത്രയും കാലം അല്ലെങ്കിൽ വർഷങ്ങളായി ഈ PSCയുടെ പുറകെ, അല്ലെങ്കിൽ PSCയിൽ നിന്നൊരു ജോലി എങ്ങനെയെങ്കിലും തൻ്റെ സ്വപ്നമായി കരുതുന്ന ഒരു സാധാരണക്കാരന് എന്നും ഒരു ആഗ്രഹവുമായി അല്ലെങ്കിൽ ഒരു സ്വപ്നമായി തുടരുകയാണ്. ഇതെല്ലാം കൊണ്ടും സഹികെട്ട്, അല്ലെങ്കിൽ
ഈ സർക്കാർ ഒന്ന് കണ്ണു തുറക്കണേ എന്നുള്ള രീതിയിലുള്ള സമരമായിരുന്നു കഴിഞ്ഞ കാലങ്ങളിൽ നമ്മുടെ സെക്രട്ടേറിയറ്റിന് മുന്നിൽ നിന്ന് കണ്ട കാഴ്ചകൾ അത്രയും. അതായത് ഈ ഒരു വുമൺ CPO ലിസ്റ്റിലുള്ളവരാകട്ടെ അല്ലെങ്കിൽ LD ഇതിൽ ഉള്ളതാവട്ടെ, ഇതിലെല്ലാ ലിസ്റ്റിലുള്ളവരെല്ലാം കാലാവധിക്ക് ഈ നീട്ടപ്പെട്ട്, അല്ലെങ്കിൽ ഇവരെ എത്രമാത്രം ക്ഷമ കെടുത്താമോ അത്രയേറെ ക്ഷമ കെടുത്തിയാണ് ഈ PSCയുടെ ഓരോ പരീക്ഷകളുടെ അവസാന ലിസ്റ്റുകളും റദ്ദാക്കി കളയുന്നത്. വന്ന് അത് ഒടുവിൽ എന്താണ് PSC ഒക്കെ ഒരു പ്രഹസനമായ പോലെ തോന്നിയിട്ടുണ്ട്. നമ്മൾ ആരോടെങ്കിലും എന്താണ് ചെയ്യുന്നത് PSC, അതങ്ങനെ എഴുതിയിരിക്കേ ഉള്ളൂ, പാർട്ടിയിൽ വല്ല പിടിപാടും ഉണ്ടോ, ഉണ്ടെങ്കിൽ ജോലി കിട്ടും, അല്ലെങ്കിൽ അതങ്ങനെ പഠിച്ചിരുന്നോ, അല്ലെങ്കിൽ എഴുതി PSC ലിസ്റ്റിലുണ്ട്, നോക്കിയിരുന്നോ, വേറെ ഏതെങ്കിലും ജോലി നോക്കിക്കോ. വളരെ എന്താണ് PSC എഴുതുന്നവരെ കൂടി പരിഹസിക്കുന്ന ഒരു അവസ്ഥ വരെ എത്തിയിട്ടുണ്ടെങ്കിൽ അത് വളരെ മോശമായിരുന്നു അല്ലേ? അതെ, അതായത് എനിക്ക് പരിചയമുള്ള, അല്ലെങ്കിൽ ഞാനും കുറച്ച് കാലം ഇതുപോലെ PSCയും സ്വപ്നം കണ്ടു നടന്നിട്ടുണ്ട്. എൻ്റെ കുറച്ച് കൂട്ടുകാർ ഇതുപോലെ നടന്നിട്ടുണ്ട്. അവർക്കൊന്നും ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു റെസ്പോൺസ് അങ്ങനെ ആയിരുന്നില്ല. ശരിക്കും വർഷങ്ങളുടെ ഒരു സ്ലോ പ്രോസസ്സിംഗ് ആണ് PSCയിലെ ഒരു എക്സാം എഴുതി അതിൽ പാസ്സായി, പ്രിലിംസ് പാസ്സായി, മെയിൻസ് പാസ്സായി, ഇൻ്റർവ്യൂ പാസ്സായി, അങ്ങനെ ഈ ഒരു റാങ്ക് ലിസ്റ്റ് വരുന്നു, അതിൻ്റെ ഷോർട്ട് ലിസ്റ്റ് ചെയ്യപ്പെടുന്നു, അവസാനം ഇവർക്ക് ഓരോ അഡ്വൈസ് ലഭിക്കുന്നു. അതങ്ങനെ ഒരു 2-3 വർഷത്തെ സ്ലോ പ്രോസസ്സാണ്. പക്ഷേ ഈ PSCക്കെതിരെ ആരോപണം തുടങ്ങിയത് ആസൂത്രണ ബോർഡിലെ ഉന്നത പദവിയിലുള്ള ഒരു എക്സാമിൻ്റെ ഒരു റാങ്ക് ലിസ്റ്റ് പുറത്തു വന്നതോടെയാണ്, അല്ലെങ്കിൽ അവിടെ ഒരു നിയമനം നടന്നതോടെയാണ്. അതായത് എക്സാം കഴിഞ്ഞ് 3 ആഴ്ചയ്ക്ക് ശേഷം റാങ്ക് ലിസ്റ്റ് വരുന്നു, കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ അവിടെ ഒരു നിയമനം നടക്കുന്നു. ആകെ ഒരു പോസ്റ്റേ ഉള്ളൂ, ഒരൊറ്റ നിയമനമേ ഉള്ളൂ. ആ ഒരു നിയമനം കിട്ടിയത് ഇടത് അനുഭാവിക്കാണ്. അവിടെയാണ് ഈ ഒരു സംശയങ്ങളെല്ലാം പൊട്ടിമുളയ്ക്കപ്പെടുന്നത്. ഉടനെ ഈ ഒരു എക്സാം എഴുതിയ ഉദ്യോഗാർത്ഥി വിവരാവകാശ കമ്മീഷനിലൂടെ PSCയോട് ഇതുപോലെ ഈ പരീക്ഷയും അല്ലെങ്കിൽ ഉദ്യോഗാർത്ഥികളുടെ ലിസ്റ്റ് അടക്കം ചോദിക്കുകയാണ്. അപ്പോൾ മുതൽ PSC അവിടെ കുരുങ്ങി. അതാണ് ശരിക്കും ഈ പ്രശ്നങ്ങളുടെ എല്ലാം തുടക്കം. എന്തിനേറെ പറയുന്നു, ഇപ്പോൾ ലൈവായി തിരുവനന്തപുരത്ത് നടക്കുന്ന PSC ഉദ്യോഗാർത്ഥികളുടെ ആ ഒരു സമരം ഉണ്ടല്ലോ, അതുവരെ ഈ ഒരു PSC ചെയർമാൻ്റെ വികലമായിട്ടുള്ള കുറച്ച് പരിഷ്കാരങ്ങളുടെ ബാക്കിയായിട്ടാണ്. ഇപ്പോൾ നമ്മുടെ ഈ ആലപ്പുഴയിൽ ഇതുപോലെ ക്വസ്റ്റ്യൻ പേപ്പർ മാറിയ ഒരു സംഭവം കഴിഞ്ഞ ആഴ്ചയാണ് സംഭവം. അതെ, അതായത് 2 പരീക്ഷകളാണ് ഒരു ദിവസം നടത്തിയത്. ഇത് രാവിലെ കിട്ടിയത് ഉച്ചക്ക് നടത്തേണ്ട എക്സാമിൻ്റെ പേപ്പർ. ഇതിപ്പോൾ ലാഭമായി പോയല്ലോ എന്ന് വിചാരിക്കുന്നവരുണ്ടാവും. പക്ഷേ ഏറ്റവും വലിയ എന്താ പറയുക, ഒരു ഓർഗനൈസേഷൻ ഇല്ലാത്തതിൻ്റേതായിട്ടുള്ള അതിൻ്റെ ബാക്കി പത്രമായിട്ട് സംഭവിച്ചതാണ് ആ ഒരു അബദ്ധം. ഓക്കെ, ആ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ മാറിപ്പോയ ആ ഒരു സംഭവം. PSCക്ക് ചെലവ് ചുരുക്കാനായിട്ടാണ് ഇതുപോലെ കാര്യങ്ങളെല്ലാം ചെയ്തതെന്നാണ് PSC ചെയർമാൻ്റെ വിശദീകരണം. പക്ഷേ ഇനിയൊരു പരീക്ഷ നടത്തണമെങ്കിൽ എത്ര രൂപ ചെലവഴിക്കണം എന്നുള്ള രീതിയിലും അദ്ദേഹത്തിനൊരു ബോധ്യമുണ്ടാവും. അതുമാത്രമല്ല, ലക്ഷക്കണക്കിന് രൂപയാണ് അദ്ദേഹത്തിൻ്റെ ശമ്പളം. അതെല്ലാം ഓക്കെ, അങ്ങനെ പോട്ടെ. ഒരു കാര്യം ആലോചിക്കണം, അതായത് ഓരോ ജില്ലകളിൽ നിന്നും ഓരോ വിവിധ കോണുകളിൽ നിന്നും ഓടി ഈ ഒരു സമയത്തിന് മുമ്പ് എത്തുന്ന, അല്ലെങ്കിൽ ആ ഒരു സമയത്തെത്തി ഹോളിൽ ചെന്ന് പല നിബന്ധനകളിലും പാലിച്ച് എക്സാം എഴുതിയ ആ ഓരോ ഉദ്യോഗാർത്ഥികളെ മണ്ടന്മാരാക്കുന്ന ഒരു നടപടിയായിരുന്നു അദ്ദേഹം സ്വീകരിച്ചത്. പക്ഷേ ഈ പരിഷ്കാരങ്ങളുടെ എല്ലാം മൂല കാരണമായിട്ടുള്ള PSC ചെയർമാനെതിരെ ഒരു വിരൽ പോലും അനക്കാൻ കഴിയാത്ത ഒരു അവസ്ഥയാണ് ഇപ്പോൾ. ഒന്ന് ആലോചിക്കണം. അതായത് ഒരു പരീക്ഷാ കൺട്രോളർ, 2 ഇൻവിജിലേറ്റർ, ആ ഒരു സ്കൂൾ ഹെഡ് മാസ്റ്റർ, കൂടാതെ PSC ഉദ്യോഗസ്ഥർ, അത്രയും പേർക്ക് മാത്രമാണ് അവിടെ ഒരു സസ്പെൻഷൻ വന്നിരിക്കുന്നത്. ഈ ഒരു കാരണം തന്നെ, അല്ലെങ്കിൽ ഈ ഒരു ക്രമക്കേട് വരുത്തിയ ചെയർമാനെതിരെ എന്തുകൊണ്ടാണ് ഒരു നടപടി ഇല്ലാത്തത്? ഉദ്യോഗസ്ഥർക്കെതിരെ അവിടെ നടപടി എടുത്തിട്ടില്ല. അതെ, അതിന്റെ എല്ലാം റിസൾട്ട് അടുത്ത ദിവസങ്ങളിൽ കിട്ടുമെന്നാണ് പറഞ്ഞു വരുന്നത്. അതായത് വ്യക്തമായും ഈ ഒരു ചെയർമാന്റെ എല്ലാവിധ അട്ടിമറിക്കെതിരെയുള്ള റിപ്പോർട്ടുകളാണ് ഇപ്പോൾ നിലവിൽ അന്വേഷണ സംഘം ഈ DGPക്ക് കൈമാറാൻ പോകുന്നത്. അതുപോലെ ആഷി, ഞാൻ ഇതിനിടെ ഫേസ്ബുക്കിൽ കണ്ട ഒരു പോസ്റ്റായിരുന്നു. അതായത് വിവരാവകാശ നിയമപ്രകാരം അവരെടുത്ത ഒരു മാർക്ക് ലിസ്റ്റിൽ എക്സാമുകളിൽ മാർക്ക് കുറഞ്ഞ വ്യക്തികളെ ഇൻ്റർവ്യൂവിലോട്ട് എടുത്തിട്ട് ഇൻ്റർവ്യൂവിൽ മാർക്ക് കൂട്ടിക്കൊടുക്കുക. അതായത് അവരുടെ അനുഭാവികളോ മറ്റോ ആയിരിക്കാം, ശേഷം അവർക്ക് ജോലി കിട്ടുന്നത്. ഇതൊക്കെ എന്തൊരു മോശമായ കാര്യമാണല്ലേ. കാരണം നമ്മൾ ജോലി
എന്താണ് ഒരുപാട് സ്വപ്നം കണ്ട് എക്സാം എഴുതി പാസ്സാകാൻ ആഗ്രഹിച്ച് നടക്കുന്നവർക്ക് ആ ഒരു അവസരം തഴയപ്പെട്ടുന്നൊരവസ്ഥ, അത് വളരെ വേദനാജനകമാണ് ശരിക്കും. ഈ നമ്മൾ പറയുന്നു മോശമാണ് അല്ലെങ്കിൽ വേദനാജനകമാണ്, പക്ഷേ ഈ PSCയിലെ ഇടത് അനുഭാവികൾ അല്ലെങ്കിൽ ഇടത് പാർട്ടിയോട് അനുഭാവമുള്ള അല്ലെങ്കിൽ ഇപ്പോൾ ആരോപണ വിധേയരായിട്ടുള്ള ആ ഒരു ഉദ്യോഗസ്ഥർക്ക് ഉദ്ദിഷ്ട കാര്യത്തിന് ഉപകാരസ്മരണ അല്ലെങ്കിൽ ഈ ഒരു പാർട്ടിക്ക്, അതെ, ഈ ഒരു പാർട്ടിക്ക് അടുപ്പമുള്ളവർ അല്ലെങ്കിൽ ഈ ഒരു പാർട്ടിക്ക് വേണ്ടി വെയിലും മഴയും കൊണ്ട് അല്ലെങ്കിൽ കൊടി പിടിച്ച് നടന്നവർക്ക് ഒരു സർക്കാർ ജോലി വേണമെന്ന് അവരാഗ്രഹിച്ചാൽ അത് ചെയ്തു തന്നെ കൊടുക്കണ്ടേ? കാരണം അവർ സ്വന്തം പാർട്ടിയിലുള്ളവരാണല്ലോ. അപ്പൊ അത് ചെയ്തു കൊടുക്കേണ്ടത് അവരുടെ കടമയാണ്. ഓക്കെ, അപ്പോൾ അത് മാത്രമല്ല, ഇപ്പോൾ ജ്യോതിക ഈ ഇപ്പോൾ ഒരു പറഞ്ഞ കാര്യം, അതായത് നമ്മളൊരു എക്സാം എഴുതുന്നു, ആ ഒരു എക്സാമിൽ നിന്ന് കുറഞ്ഞ മാർക്കുമായിട്ട് ഇൻ്റർവ്യൂവിൽ കുറഞ്ഞ മാർക്കായിട്ടാണെങ്കിൽ ഇൻ്റർവ്യൂവിൽ പാസ്സായി, ഈ ഒരു കൂടുതൽ പാസ്സാവാൻ കുറച്ച് മാർക്ക് കൂടി ഇൻ്റർവ്യൂവിൽ വേണം. അപ്പോൾ നമ്മുടെ പയ്യനല്ലേ ഇച്ചിരി മാർക്ക് ഇട്ട് കൊടുത്തേക്ക്, അങ്ങനെ ഇട്ട് കൊടുക്കുന്നു. അവസാനം മാർക്ക് ലിസ്റ്റ് വരുമ്പോൾ ഈ ഒരു എക്സാം എഴുതി ഹൈ പൊസിഷനിലുണ്ടായിരുന്ന ഒരാൾ ഈ ഇൻ്റർവ്യൂവിൽ കുറച്ച് മാർക്ക് കിട്ടപ്പെട്ട് പുറത്തേക്ക് തള്ളപ്പെടുന്നു, അവൻ്റെ ഒരു അവസരം കുറഞ്ഞു കിട്ടുന്നു. അത് തന്നെയാണ് ഇവിടെ സംഭവിക്കുന്നത്. ഇത് ഒരെണ്ണത്തിൽ മാത്രമല്ല, എല്ലാ എക്സാമുകളിലും അല്ലെങ്കിൽ എല്ലാ എക്സാമിൻ്റെ വാല്യുവേഷനും സംഭവിക്കുന്ന കാര്യമാണ്. ഇപ്പോൾ അതുമാത്രമല്ല, ഈ ഒരു ആദ്യം ഉയർന്ന ആ ഒരു വിവാദം ഉണ്ടല്ലോ, ആസൂത്രണ ബോർഡുമായിട്ട് ബന്ധപ്പെട്ട ഒരു ആരോപണവുമായി ബന്ധപ്പെട്ട് ഈ PSCയിലൊരു ആഭ്യന്തര അന്വേഷണം പ്രഖ്യാപിച്ചിരുന്നു. PSC ചെയർമാൻ്റെ നേതൃത്വത്തിൽ തന്നെയാണ് അന്വേഷണം തുടങ്ങിയത്, അല്ലെങ്കിൽ അതിനു വേണ്ടി ഒരു പ്രത്യേക കമ്മിറ്റി രൂപീകരിക്കപ്പെടുന്നു. പക്ഷേ ഈ ഒരു കമ്മിറ്റി രൂപീകരിച്ചപ്പോൾ PSC സെക്രട്ടറി ഒഴിവാക്കി സെക്രട്ടറിക്ക് താഴെയുള്ള അഡീഷണൽ സെക്രട്ടറി അല്ലെങ്കിൽ ജോയിൻറ്റ് സെക്രട്ടറിയാണ് സെക്രട്ടറിയുടെ മുകളിലേക്ക് എത്തിച്ചത്. അപ്പോൾ ഈ ചെയർമാന് താല്പര്യമുള്ള 9 അംഗ സംഘമാണ് ഈ ഒരു റിപ്പോർട്ട് തയ്യാറാക്കുന്നത്. ഈ ഒരു സമിതി വിചാരിക്കണം അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് ഏതൊക്കെ റിപ്പോർട്ട് കൊടുക്കണം, അല്ലെങ്കിൽ എന്തെല്ലാം മൊഴി കൊടുക്കണം, അല്ലെങ്കിൽ ഈ ഒരു അന്വേഷണത്തിൽ എന്തെല്ലാം PSCയിൽ നിന്ന് ഉൾപ്പെടുത്തണം, ഇതെല്ലാം അവർ കൊടുക്കണം. ഇവരെല്ലാം ഈ ചെയർമാൻ്റെ മോണിറ്ററിങ്ങിലുള്ള ഓരോ സ്റ്റാഫുകളാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ PSC ചെയർമാൻ അല്ലെങ്കിൽ PSCക്ക് അല്ലെങ്കിൽ ഈ ഒരു താല്പര്യമുള്ള വ്യക്തികൾക്ക് ഈ നെഗറ്റീവ് വരുന്ന രീതി അല്ലെങ്കിൽ അവരെ ബാധിക്കുന്ന രീതിയിൽ ഒരു റിപ്പോർട്ടുകളും പുറത്തേക്ക് പോകരുത് എന്നുള്ള ഒരു കുബുദ്ധിയോടെയാണ് ഇദ്ദേഹം ഈ ഒരു അന്വേഷണ കമ്മിറ്റിയെ നിയമിക്കുന്നത്. അതെല്ലാം പക്ഷേ പൊളിച്ച് കൈയടക്കി കൊടുത്തു അന്വേഷണ സംഘം എന്ന് വേണം പറയാൻ. അതിൻ്റെ ഫലമായിട്ടാണ് ഇപ്പോൾ കൂടുതൽ തെളിവുകളോടെ ഇപ്പോൾ DGPയിലേക്ക് ആ റിപ്പോർട്ടുകൾ എത്തുന്നത്. അപ്പോൾ നമുക്ക് അടുത്ത ദിവസങ്ങൾ കണ്ടറിയാം ഈ ഒരു PSC ചെയർമാൻ അകത്തേക്കോ പുറത്തേക്കോ എന്ന്.